റജബ് മാസം നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇനി മുതൽ എല്ലാ പള്ളികളിലും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ ബല്ലഗ്നാ റമളാൻ. എത്ര പെട്ടെന്നാണ് അല്ലേ? അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകി റമളാനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. റജബ് നമുക്കറിയാം, എല്ലാവരും വിത്ത് പാക്കേണ്ട ഒരു മാസമാണ്. റജബ്, ശഅബാന് വെള്ളം ഒഴിക്കേണ്ട മാസം, റമളാൻ മുളക്കേണ്ട മാസം. അപ്പോൾ ഈ നാലും പവിത്രമാക്കപ്പെട്ട മാസം ഖുർആനിൽ പറഞ്ഞതിൽ റജബ് ഉണ്ട്. ദുൽഹിജ്ജ, ദുൽഖഅദ, റജബ്, മുഹറം, ഈ 4 മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസം എന്ന് പറയുമ്പോൾ ഈ ഒരു മാസത്തെ നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മൾ പവിത്രത കൊടുത്ത് കാണേണ്ട മാസമാണ്. ഈ മാസം നമ്മൾ അതേപോലെ നമ്മൾ ഹറാമുകളിൽ ഒഴിവാക്കേണ്ട, ഒരു ബഹുമാനം കൊടുക്കേണ്ട ഒരു മാസമാണ്. റമളാനെ സ്വീകരിക്കേണ്ട ഒരുക്കങ്ങൾ ചെയ്യേണ്ട ഒരു മാസമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അധിക ആൾക്കാർ കൂടുതൽ, അപ്പോൾ ഈ മാസം നമ്മൾ കൂടുതൽ ഇബാദത്തിന് മുൻഗണന കൊടുക്കണം. ഹറാമിനെ നമ്മൾ എന്താക്കണം, ദൂരീകരിക്കണം. കാരണം ഇത്ര പെട്ടെന്ന് വർഷങ്ങൾ വരുന്നു പോയി. ഇപ്പം ഇനി 2 മാസം കഴിഞ്ഞാൽ റമളാനും വരാൻ പോകും. പെട്ടെന്നാണല്ലേ വർഷങ്ങൾ മാറി മാറി വരുന്നത്. ഇപ്പം ഇന്ന് തന്നെ ഞായറാഴ്ച, ഇനിയിപ്പോൾ കുറച്ചും കഴിഞ്ഞാൽ ബുധനാഴ്ചയായി, പിന്നെ വ്യാഴാഴ്ച വന്ന് പിന്നെ ഞായറാഴ്ചയിലേക്ക്. ശനി, വെള്ളിയും ശനിയും ഇടയിലുള്ളത് അറിയുന്നേ ഇല്ല. 40 വയസ്സായാൽ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു 40 വയസ്സായി, അയാൾ വയസ്സനായി എന്ന്. പക്ഷെ നമുക്ക് 40 വയസ്സാകുമ്പോൾ ഇത് ഒരു വയസ്സേ അല്ല. നമ്മളും മനസ്സിപ്പോഴും വയസ്സാവാത്ത പോലെ, ചെറുപ്പക്കാരനെ പോലെയാണ്. പക്ഷേ അല്ല, അങ്ങനെയല്ല. നമ്മൾ 40 വയസ്സിലേക്ക് എത്തുമ്പോൾ നമ്മളെ ശരീരത്തിലുള്ള എല്ലാം വീക്കാവാൻ തുടങ്ങുകയാണ്. ഹൃദയം വീക്കായി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രവർത്തനം വീക്കായി നമ്മൾ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് പോകുമ്പോൾ, നമ്മൾ ഇങ്ങനെ സമയം കൂടുതൽ സ്പീഡായി പോകുമ്പോൾ നമ്മളെന്താ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട ഒരു സമയമാണ്. കൂടുതൽ ഇബാദത്ത് ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അപ്പോൾ ഇബാദത്തിന് മുൻഗണന കൊടുക്കുക. റീൽസും ഇങ്ങനെ പോയി ഇങ്ങനെ തള്ളി നിൽക്കുന്നല്ലാതെ നമ്മൾ ഖുർആൻ എത്ര പേജ് ഇങ്ങനെ മറിക്കുന്നുണ്ട്, നമ്മൾ സ്വയം ചിന്തിക്കണം. അല്ലെ, എത്ര മണിക്കൂറാണ് നമ്മൾ റീൽ നോക്കുന്നത്? പള്ളിയിൽ സലാം വീട്ടാൻ പോലും ഒരു സബറില്ലാതെ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ സമയമില്ലാതെ ആൾക്കാർ പെട്ടെന്ന് ഓടി നോക്കുന്നത് റീൽസാണ്. ഭയങ്കര തിരക്ക്, ഒന്നും തിരക്കില്ല, തിരക്ക് റീൽസ് നോക്കാനാണ്. അതുപോലെ പള്ളി എത്ര അടുത്ത് ബാങ്ക് വെക്കുമ്പോൾ പോലും ജമാഅത്തിന് പോലും പള്ളി 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ പള്ളിയിലേക്ക് പോകാനും സമയമില്ലാതെ റീൽസ് ഇങ്ങനെ നോക്കിയിരുന്നാൽ നമ്മളെക്കാൾ പരാജയപ്പെട്ടവരാരില്ല. ആ മലക്കുൽ മൗത്ത് ഇങ്ങനെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ അള്ളാഹു എനിക്ക് 1 മിനിറ്റ് സമയം തരണം എന്ന് നമ്മൾ കെഞ്ചുന്നൊരു സമയം വരുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് പോകുക, നിസ്കരിക്കുക, ഖുർആൻ ഓതാ. 2 പേജ് ഖുർആനെങ്കിലും ഒരു ദിവസം ഓതവായി. 1 അക്ഷരം ഓതിയാൽ 10 നന്മയല്ലേ? അങ്ങനത്തെ ഒരു 2 പേജ് എത്ര അക്ഷരം, എത്ര നന്മ. തിന്മകളെ മായ്ച്ചു കളയുന്നില്ല. ഈ റീൽസ് എത്ര മണിക്കൂർ നോക്കിയാൽ നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. സമയം കളയരുത്. ഈ ദുനിയാവ് നമ്മളെ വഞ്ചിതരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ള സമയം അള്ളാഹു തരുന്ന ആയുസ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഉപയോഗപ്പെടുത്തിയ റമളാനിൽ നമ്മൾക്ക് ആയുസ് അള്ളാഹു കൂടുതൽ സൽക്കർമ്മം ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് ആയുസ് തരും. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എല്ലാവരും ഈ ഒരു മാസം നമ്മൾ സുന്നത്ത് നോമ്പ് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തിങ്കളും വ്യാഴം നോമ്പ് നോക്കാൻ പറ്റുന്നതാണ്, അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച 1 അല്ലെങ്കിൽ വ്യാഴാഴ്ച 1 നോമ്പെങ്കിലും നോക്കണം. കാരണം നോമ്പിനെ കാട്ടി വലിയ നല്ലൊരു പുണ്യപ്രവർത്തനം വേറെ ഇല്ല. അത് മാത്രമല്ല